ഹലോ യൂട്യൂബ്, ഇത് റോബിനാണ്. റോബിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി. ഇന്ന് ഓൺലൈനിൽ പൈസ ഉണ്ടാക്കുവാൻ മറ്റൊരു വഴിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടീസ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. teespring.com. ഈ വെബ്സൈറ്റിൽ വന്നു കഴിയുമ്പോൾ ഇതാണ് അവരുടെ ഹോം പേജ്. ഈ വെബ്സൈറ്റുകാർ ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടീഷർട്ടുകൾ ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്കൊരവസരം തരികയാണ്. നിങ്ങൾക്ക് ഇതിൽ പൈസ മുടക്കുകളൊന്നുമില്ല, ഫ്രീ അക്കൗണ്ടാണ്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ വരിക, ടീഷർട്ടുകൾ ഡിസൈൻ ചെയ്യുക. നിങ്ങളുടെ ഡിസൈൻ ചെയ്ത ടീഷർട്ടിന് പ്രൊഡക്ഷന് എത്ര രൂപയാകും എന്ന് നിങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ ഈ വെബ്സൈറ്റുകാർ നിങ്ങളോട് പറയും. ഇപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്ത ടീഷർട്ട് ഒരെണ്ണം ഉണ്ടാക്കുവാൻ $10 അവർ പറയുന്ന പ്രൈസെങ്കിൽ, നിങ്ങൾ ആ ഡിസൈൻ ചെയ്ത ടീഷർട്ട് $15 വിൽക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയാൽ ആ $5 എക്സ്ട്രാ വരുന്നത് അത് നിങ്ങളുടെ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കും അതിൽ എന്ത് പ്രോഫിറ്റാണ് ഉള്ളതെന്ന്. അവിടെയാണ് വ്യത്യാസം. നിങ്ങൾ ടീഷർട്ടുകളൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ടീഷർട്ടുകൾ സ്റ്റോക്ക് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ട, അതെല്ലാം ടീസ്പ്രിംഗുകാർ ചെയ്തോളും. നിങ്ങൾ വാങ്ങിച്ച ടീഷർട്ടുകളൊന്നും ആർക്കും ഷിപ്പ് ചെയ്ത് കൊടുക്കണ്ട, അതും ടീസ്പ്രിംഗ് ചെയ്തോളും. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ചെയ്യുന്നത് ഡിസൈൻ ചെയ്യുന്നു എന്നുള്ള ഒരു വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിസൈനിങ്ങിൽ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ഫീൽഡാണിത്, പറ്റിയൊരു വെബ്സൈറ്റ് ആയിരിക്കും ഇത്. നിങ്ങൾ വന്ന് ട്രൈ ചെയ്യുക. ഇതിൽ പ്ലസ് എന്ന് പറയുന്നത് ഫ്രീ ആണ്, ഇതിൽ അക്കൗണ്ട് ഫ്രീ ആണ്, നിങ്ങൾക്ക് ഡിസൈനിങ് ഫ്രീ ആണ്. ഡിസൈൻ ചെയ്യാനുള്ള ടൂൾസും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഈ വെബ്സൈറ്റ് തന്നെ നിങ്ങൾക്ക് തരും. അപ്പോൾ ആ ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾ ഡിസൈൻ ചെയ്യുക മാത്രം ചെയ്താൽ മതി. വൺസ് ടീഷർട്ട് ലോഞ്ച് ആയി കഴിയുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഡിസൈൻ ചെയ്ത ടീഷർട്ട് പ്രൊമോട്ട് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയോ പെയ്ഡ് ആഡ്സ് വഴിയോ അല്ലെങ്കിൽ പർട്ടിക്കുലർലി ഉള്ള എല്ലാ വഴിക്കും നിങ്ങൾക്കത് പ്രൊമോട്ട് ചെയ്യാം. പ്രൊമോട്ട് ചെയ്ത് ആളുകൾ വാങ്ങിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യം ഞാൻ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ടീസ്പ്രിങ്ങിൻ്റെ വെബ്സൈറ്റിൽ വരിക, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഈ പച്ച ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഒരു ടീഷർട്ടിൻ്റെ പടമുള്ള ഒരു പേജിൽ കൊണ്ടെത്തിക്കും. അതിൽ ഈ സ്ക്വയർ, ഈ റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഈ ഏരിയയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനേഷനുകൾ വർക്കൗട്ട് ചെയ്യാനുള്ള സ്ഥലം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവന എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ മനസ്സിലൊരു കാര്യം വയ്ക്കുക, കോപ്പി റൈറ്റഡ് ആയിരിക്കരുത് കാര്യങ്ങൾ. ഫുട്ബോൾ ടീമുകളുടെ ലോഗോ ഉപയോഗിക്കുകയോ കമ്പനികളുടെ ലോഗോ ഉപയോഗിക്കുകയോ ഓൾറെഡി ഉള്ള ഒന്നും നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഇല്ലാത്ത എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ച് എന്തെങ്കിലും തമാശയായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോഷോപ്പിൽ ചെയ്തെടുത്ത എന്തെങ്കിലും പടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കോപ്പി റൈറ്റഡ് ആവാതിരിക്കാൻ സൂക്ഷിക്കുക. കോപ്പി റൈറ്റഡ് ആയാൽ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോകും. അങ്ങനെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇഷ്ടമുള്ള പടം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇമേജസ് ആഡ് ചെയ്യണമെങ്കിലോ കാർട്ടൂൺസ് ആഡ് ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത എന്തെങ്കിലും എംബ്ലോ ലോഗോ എന്തെങ്കിലുമൊക്കെ ടീഷർട്ടിൽ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് യുവർ ഓൺ വഴി നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ തന്നെ ലൈബ്രറിയിലുള്ള എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അവരുടെ തന്നെ കുറേ കാറ്റഗറികളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള നിങ്ങളുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് നിങ്ങളത് ഡിസൈൻ ചെയ്യുക. നല്ല രീതിയിലുള്ള ഡിസൈനുകൾ ഒക്കെ ആണെങ്കിൽ ആളുകൾ വാങ്ങിക്കും. പിന്നെ ഇത് നിങ്ങൾക്ക് ഗുണമാണ്, നിങ്ങൾ ലോക്കൽ ഏരിയ മാത്രം ചെയ്യണമെന്നില്ല, ഇൻ്റർനാഷണൽ മൊത്തം ലോകത്ത് എവിടെ വേണമെങ്കിലും ഉള്ള ബയേഴ്സിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാം. വാങ്ങിച്ചാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ടീസ്പ്രിംഗുകാരാണ് ഷിപ്പ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തലവേദനകളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ടീഷർട്ട് ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റിന് ഞാൻ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ ഇമാജിനേഷനുകൾ യൂസ് ചെയ്യുക, കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. പല കളറിലുള്ള ടീഷർട്ടുകളാക്കാം. ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യുക, ഇഷ്ടമുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ടീഷർട്ട് ആകുമ്പോൾ അതിൻ്റേതായ പ്രൈസ് കൂടുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റുകളും ഇമേജുകളും മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫോണ്ടൊക്കെ മാറ്റാം. അപ്പോൾ അതനുസരിച്ച് അതൊക്കെ യൂസ് ചെയ്ത് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാക്കി ടീഷർട്ട് ഉണ്ടാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കിലും ഇതേപോലെ തന്നെ സെയിം ഇതേപോലെ ഇമേജസും പ്രിൻറ്റിങ്ങും ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ബേസ് കോസ്റ്റ് കൂടി വരും. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേസ് കോസ്റ്റ് കുറച്ച് വെച്ചിട്ട് കൂടുതൽ പൈസയ്ക്ക് നമുക്കത് വിൽക്കാൻ പറ്റണം, എന്നാലേ നമുക്ക് പ്രോഫിറ്റ് കൂടുതലുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ
എപ്പോഴും ട്രൈ ചെയ്യേണ്ടത് ബേസ് കോസ്റ്റ് കുറച്ച് വയ്ക്കാൻ നോക്കുക. അപ്പോൾ ഇവരിപ്പോൾ പറയുന്നത് നമ്മൾ 50 ടീഷർട്ട് വിൽക്കാം എന്ന് ഏറ്റ് ഈ ഡിസൈനിലുള്ള ഒരു ടീഷർട്ട് അവർക്ക് ഉണ്ടാക്കണമെങ്കിൽ 7 രൂപ 30 പൈസ ആവുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു 7 രൂപയ്ക്ക് അവർ വിൽക്കാൻ അവർ തയ്യാറാണെങ്കിൽ അവർക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത ടീഷർട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ 10 രൂപയ്ക്ക് വിൽക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയ ഓരോ ടീഷർട്ടുമേ $3 നിങ്ങൾക്ക് ലാഭം. ഓക്കെ, പിന്നെ ഈ $50 അല്ല 50 ടീഷർട്ട് നിങ്ങൾ വിൽക്കാമെന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 50 എണ്ണം വിൽക്കാനാണോ നിങ്ങൾ ചൂസ് ചെയ്യണത്, 40 എണ്ണമാണോ, 30 എണ്ണമാണോ, 20 എണ്ണമാണോ, 10 എണ്ണമാണോ? 10 മിനിമം. അപ്പോൾ നമ്മൾ ടീഷർട്ടുകളുടെ എണ്ണം കുറയ്ക്കും തോറും അവർക്ക് അത് ഉണ്ടാക്കാനുള്ള അതിൻ്റെ കോസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു വരും. അപ്പോൾ കൂടുതൽ ടീഷർട്ടുകൾ ഒരുമിച്ചുണ്ടാക്കുന്നതാണ് അവർക്കും ലാഭം, നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനൊക്കെ നല്ലത്. പക്ഷേ നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ കൂടുതൽ ഇതിലേക്ക് പോകണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ആദ്യം 10 ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, വിറ്റ് പോകുന്നുണ്ടോ എന്ന് നോക്ക് നിങ്ങളുടെ ഡിസൈൻ. അല്ലെങ്കിൽ പിന്നെ ട്രൈ ചെയ്യണ്ടല്ലോ. അപ്പോൾ ബേസിക്കലി 10 സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. $7.30 അവർ അത് നമുക്ക് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞു. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെയാണ് നമ്മൾ എത്ര എണ്ണം നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 50 ടീഷർട്ടിലാണ് അത് ഡിഫോൾട്ട് കിടക്കുന്നത്. അപ്പോൾ 50 ടീഷർട്ട് നമ്മൾ എത്ര, അവർ നേരത്തെ പറഞ്ഞത് 7 രൂപ 50 പൈസ 7 രൂപ 30 പൈസയ്ക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത്. അതിപ്പോൾ നമ്മൾ 9 രൂപ 50 പൈസയ്ക്ക് വിറ്റാൽ ഓരോ ടീഷർട്ടുമേൽ $2.20 പൈസ നമുക്ക് ലാഭം. അങ്ങനെ കൂട്ടിയാൽ 50 ടീഷർട്ട് നമുക്ക് വിൽക്കാൻ പറ്റിയാൽ നമ്മുടെ ലാഭം $110. ഓക്കെ, ഇതിപ്പോൾ ഈ 9 രൂപ 50 സെൻറ്റ് എന്ന് പറഞ്ഞത് അത് അവർ പറഞ്ഞിരിക്കുന്നത്, അത് നമുക്ക് എന്തോരം വേണമെങ്കിലും കയറ്റി വയ്ക്കാം. അത് നമുക്ക് വേണമെങ്കിൽ $20 എന്ത് വേണമെങ്കിലും ആക്കിയിടാം. $20 ആകുമ്പോൾ അതനുസരിച്ച് നമുക്ക് ഓരോ ടീഷർട്ടിലും $12.70 പൈസ ലാഭം. അങ്ങനെ നോക്കുമ്പോൾ 50 ടീഷർട്ട് നമുക്ക് വിൽക്കാൻ പറ്റിയാൽ നമുക്ക് $635 പ്രോഫിറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ടീഷർട്ടിൻ്റെ എണ്ണത്തിൻ്റെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ബേസിക്കലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10 ടീഷർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. 10 ടീഷർട്ട് നിങ്ങൾക്ക് $20 വിൽക്കാൻ പറ്റിയാൽ ഓരോ ടീഷർട്ടിലും $11 ലാഭം. നിങ്ങളുടെ ടോട്ടൽ ലാഭം $110. ഓക്കെ, അപ്പോൾ കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെങ്ങനെയാണ്, അപ്പോൾ ഇപ്പോൾ $20 നിങ്ങൾക്ക് ഈ പറയുന്ന ടീഷർട്ട് വിൽക്കാൻ പറ്റിയാൽ ഓരോ ടീഷർട്ടുമേലും $11 വെച്ച് ലാഭം. അങ്ങനെ നോക്കുമ്പോൾ 10 ടീഷർട്ട് നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് $110 ലാഭം കിട്ടും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ്. പൈസയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ നിങ്ങൾ അത് ക്യാമ്പയിൻ മാതിരി ഒരു പരസ്യം മാതിരി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യണത്. ഈ ടീഷർട്ടിനൊരു ഹെഡിങ്സ് ടൈറ്റിൽ കൊടുക്കണം. നിങ്ങൾ എന്തെങ്കിലും ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഹെഡിങ് കൊടുക്കണം. എന്തിനെ പറ്റിയാണ് റിലേറ്റഡ്, ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും പ്രൊഫഷണൽ എഞ്ചിനീയറിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ സയൻസായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഓട്ടോമൊബൈലായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടൊരു ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. എന്തിനെ പറ്റിയാണ് ഈ ടീഷർട്ടെന്നും എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. എത്ര ദിവസം നിങ്ങൾക്ക് ഈ പരസ്യം ഈ ടീഷർട്ട് ഈ ഡിസൈൻ ചെയ്ത ടീഷർട്ട് വിൽക്കാൻ അവൈലബിൾ ആക്കിയിടണം എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അത് 21 ദിവസമാണ് മാക്സിമം, മിനിമം 3 ദിവസം. അപ്പോൾ നിങ്ങൾ എത്ര ദിവസം ചൂസ് ചെയ്താലും എല്ലാം ഫ്രീ ആണ്. അതുകൊണ്ട് മാക്സിമം 21 ദിവസത്തേക്ക് ഇട്ടേക്കുക. എന്നിട്ട് താഴത്തോട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചോദിക്കുന്ന നമ്മളോടൊരു URL ചൂസ് ചെയ്യാൻ പറയും. അവിടെയാണ് നിങ്ങൾ ഈ URLാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും എല്ലാ മീഡിയാസും വഴി ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം ചൂസ് ചെയ്ത്, ഇപ്പോൾ ടെസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ടെസ്റ്റ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. അപ്പോൾ നോക്കുവാണ് അവർ. അപ്പോൾ അവർ പറഞ്ഞില്ല ടെസ്റ്റ് ഓൾറെഡി ടേക്കനാണ്. അപ്പോൾ ഞാൻ ടെസ്റ്റ് 1 അടിച്ചു. അപ്പോൾ ടെസ്റ്റ് 1 ടേക്കനാണ്. അപ്പോൾ 22 എന്ന് കൂടി എന്നോട് അടിച്ചു. അപ്പോൾ ടെസ്റ്റ് 122 എന്ന് പറഞ്ഞ ഇത്, അതായത് www.teespring.com ടെസ്റ്റ് 122 എന്ന് അടിച്ചാൽ എൻ്റെ ഈ ടീഷർട്ടായിരിക്കും വരിക. അപ്പോൾ ഈ ലിങ്കാണ് നിങ്ങൾ ഈ URLാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടതും ഷെയർ ചെയ്യേണ്ടതും. അപ്പോൾ ആ URL ക്ലിക്ക് ചെയ്ത് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ടീഷർട്ടിൻ്റെ ബൈ ചെയ്യാനുള്ള പേജിലോട്ടായിരിക്കും
ആളുകളെത്തുന്നത്. അവിടെ അവർക്ക് ബൈ ചെയ്യാം. ഒന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ബൈ ചെയ്യാം, അല്ലെങ്കിൽ പേപാൽ അക്കൗണ്ട് യൂസ് ചെയ്ത് അവർക്ക് ബൈ ചെയ്യാം നിങ്ങളുടെ ടീഷർട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. താഴത്തോട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം ടൈപ്പിലെ ടീഷർട്ടുകളിൽ നിങ്ങളുടെ ഡിസൈൻ വേണം എന്നുള്ളത് ഓപ്ഷൻ നമ്മുടെ സെല്ലർ ബയറിന് കൊടുക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇത് വീനക്കുമാരിയുള്ള ഇതിലും ഈ സെയിം ഡിസൈൻ, വുമൺസിനുള്ള ടീഷർട്ടിലും സെയിം ഡിസൈൻ വെച്ച്, ഹുഡിയും സെയിം ഡിസൈൻ വെച്ച് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതിനാണ് ഈ ബോക്സ്. ഞാനിപ്പോൾ ഇതിൽ 2 സെലക്ട് ചെയ്തിട്ട് ഐ എഗ്രി കൊടുത്ത് ലോഞ്ച് യുവർ ക്യാമ്പയിൻ കൊടുക്കുക. ദെൻ ടൈറ്റിൽ കൊടുത്തില്ല, ഓക്കെ. അപ്പോൾ പ്രിവ്യൂ എടുത്ത് നോക്കാം. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ സെയിൽസ് പേജ് കാണുന്നത്. അത് 7 ദിവസത്തേക്ക് അവിടെ കിടക്കും. നിങ്ങളുടെ ഗോള് 10 വിൽക്കുകയാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രൈസ് 20. അപ്പോൾ നിങ്ങളിടുന്ന ടൈറ്റിൽ ഇതിൻ്റെ മുകളിൽ ഇവിടെ വരും. നിങ്ങൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഇവിടെ വരും. നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രൈസാണ് $20. നിങ്ങളോട് ടീസ്പ്രിംഗുകാർ പറഞ്ഞായിരുന്നു നിങ്ങൾ ഡിസൈൻ ചെയ്ത് ഈ ടീഷർട്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് $7.30 ചിലവുള്ളൂ. അപ്പോൾ $7.30 അവരത് ഉണ്ടാക്കി തരും. നിങ്ങളത് $20 ഇട്ടാൽ ആ ഡിഫറൻസ് നിങ്ങളുടെ ലാഭം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ സെയിൽസ് പേജ് കാണുക. അപ്പോൾ ഇതിന് മേളിലുള്ള ഇതിൻ്റെ URL നേരത്തെ കാണിച്ചു തന്നത് അത് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ വന്നെത്തുന്നത് ഈ പേജിലായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് പ്രിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തതെല്ലാം ഓക്കെയാണ്, ഡിസൈനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ലോഞ്ച് ക്യാമ്പയിൻ കൊടുക്കുക. ഈ ലോഞ്ച് ക്യാമ്പയിൻ കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റെപ്പിലാണ് നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡൊക്കെ വേണ്ടത്. ഓക്കെ. ടീസ്പ്രിംഗായിട്ട് അക്കൗണ്ട് വേണ്ടത്. ഇവിടം വരെയുള്ള സ്റ്റെപ്പിന് നിങ്ങൾക്ക് അക്കൗണ്ടൊന്നും വേണ്ട, എപ്പോഴെങ്കിലും ചെയ്ത് നോക്കാം. ഒന്നും സൈനപ്പ് ഒന്നും ചെയ്യണ്ട. ലോഞ്ച് യുവർ ക്യാമ്പയിൻ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നിങ്ങളോട് പറയും ഒന്നുകിൽ ടീസ്പ്രിംഗ് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വെച്ച് ലോഗിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ യാഹുവോ ഗൂഗിളോ ഏതെങ്കിലും അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് യൂസ് ചെയ്താലും വർക്ക് ചെയ്യും. അപ്പോൾ വൺസ് നിങ്ങൾ ഏതെങ്കിലും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത URL നിങ്ങൾക്ക് കിട്ടും. ആ URL നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് 10 ടീഷർട്ട് നിങ്ങൾക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ $110 നിങ്ങൾക്ക് ലാഭം കിട്ടും. അപ്പോൾ അത് 10 ടീഷർട്ട് വിറ്റാലേ നിങ്ങൾക്ക് ആ $110 കിട്ടുള്ളൂ. 9 ടീഷർട്ട് വിറ്റു 7 ദിവസം കൊണ്ട്. 7 ദിവസം കൊണ്ട് തീരും. ആ 7 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തപ്പോൾ 21 ദിവസമാണെങ്കിൽ ആ 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന 10 ടീഷർട്ടുകൾ നിങ്ങളെ കൊണ്ട് വിൽക്കാൻ പറ്റിയാലേ നിങ്ങൾക്ക് ഈ പറയുന്ന $110 കിട്ടുള്ളൂ. അപ്പോൾ 21ാമത്തെ ദിവസമായിട്ട് നിങ്ങൾ 9 ടീഷർട്ട് വിറ്റിട്ടുള്ളെങ്കിൽ ഈ പറയുന്ന ഒരു പൈസയും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഗോള് അച്ചീവ് ചെയ്തിട്ടുണ്ടാവണം ഈ പറയുന്ന നമ്മൾ ഇട്ട സമയത്തിനുള്ളിൽ. ഓക്കെ. അപ്പോൾ ആ ഉള്ള 21 ദിവസം കൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് പ്രൊമോട്ട് ചെയ്ത് ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് വേറെ രീതിയിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പാർട്ടിയുടെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗനൈസേഷനുകളുടെ പേരുകളിലോ അല്ലെങ്കിൽ സ്കൂളുകളുടെ പേരിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് നടക്കുമ്പോൾ ടീഷർട്ടുകൾ അങ്ങനത്തെയൊക്കെ വേണമെന്നുള്ളപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും. കാരണം നിങ്ങൾക്കിപ്പോൾ 100 പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ പൈസ കുറവും കിട്ടും. നിങ്ങളെ കൂടുതൽ പൈസയ്ക്ക് വിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ കൂടുതൽ ലാഭവും കിട്ടും. ഓക്കെ. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. അക്കൗണ്ട് ഫ്രീ ആണ്, നിങ്ങളുടെ മൊത്തം വർക്കും ഫ്രീ ആണ്. നിങ്ങൾ ജസ്റ്റ് ചെയ്യുന്നത് ആകെ ടീഷർട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളൊരു വർക്ക് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കസ്റ്റമർ കെയറും അതിൻ്റെ ഷിപ്പിങ്ങും ഹാൻഡിലും അതിൻ്റെ സ്റ്റോറേജും ടീഷർട്ട് പ്രിൻറ്റിങ്ങും എല്ലാം ടീസ്പ്രിംഗുകാർ തന്നെ ചെയ്തോളും. ഓക്കെ. നിങ്ങൾക്ക് അതിൻ്റെ ലാഭവിഹിതം കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഓൺലൈനിൽ പൈസ ഉണ്ടാക്കാനുള്ള പുതിയ വഴി. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ വീഡിയോയുടെ കീഴിൽ പോസ്റ്റ് ചെയ്യുക. ഞാൻ ഈ ടീസ്പ്രിങ്ങിൻ്റെ URL വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇനിയും കമൻസുകളൊക്കെ പ്രതീക്ഷിക്കും. നിങ്ങളുടെ കമൻസുകളിൽ നിന്നാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക.
ഇതിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. ഇതിനു മുമ്പ് ആരെങ്കിലും യൂസ് ചെയ്തവർ എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ അനുഭവങ്ങളും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയും വീഡിയോസ് ഇതിനെക്കുറിച്ചും വേറെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.